Hello all, welcome to the fourth session of Online Sunday School. Today we will see chapter 22 of Unit 7, Saint Basil the Great. So first session objectives നോക്കാം. We'll see in this chapter what is meant by orthodoxy. ഓർത്തഡോക്സ് എന്ന ഫെയ്ത്തിനെ പറ്റി നമ്മൾ പഠിക്കും, നമ്മുടെ സഭയെ പറ്റി നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ചേർച്ച് ഫാദേഴ്സിനെ ഓർക്കാറ്, അതായത് ഇത്രയും റെഫറൻസോടെ, ഇത്രയും ഒരു ഭയങ്കര ഒരു ഭക്തിയോടെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരെ നമ്മൾ ഓർക്കാറെന്ന് പഠിക്കും. പിന്നെ കപ്പഡോക്യൻ ഫാദേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു 3 പേരുണ്ടായിരുന്നു, അവരെ പറ്റി നമ്മൾ പഠിക്കും. സോ അതിലൊരാളായ സെൻറ്റ് ബേസിലിനെ പറ്റി നമ്മൾ പഠിക്കും. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ്, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്, ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഓർത്തഡോക്സ് എന്നുള്ള വേർഡ് നോക്കുമ്പോഴേ ലിറ്ററലി ഓർത്തോസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഓർ കറക്റ്റ് എന്നാണ് അർത്ഥം. ഡോക്സോ എന്നതിൻ്റെ മീനിങ് പ്രൈസ്. So orthodoxy together means glorification of God, that is true faith. So നമ്മൾ പറയത്തില്ല നമ്മുടെ സഭയെ, നമ്മുടെ ആ ഒരു ചേർച്ചിൻ്റെ പേര്, വി ആർ എ മെമ്പർ ഓഫ് പ്രസ്റ്റീജിയസ് ഓർത്തഡോക്സ് ചേർച്ച് നമ്മൾ പറയാറുണ്ട്. സോ ആ ഓർത്തഡോക്സ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥമാണ് നമ്മളിപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞത്. സോ ഇറ്റ് മീൻസ് ട്രൂ ഫെയ്ത്ത്. ഓക്കെ, സോ ഓർത്തഡോക്സ് ഈസ് ദ ട്രൂ ഫെയ്ത്ത് ഓഫ് ദ ട്രൂ ചേർച്ച്. ഓക്കെ, സോ നമ്മളെല്ലാവരും വന്നിട്ട് നമ്മൾ നല്ലൊരു കറക്റ്റായിട്ടുള്ള ഒരു ഫെയ്ത്തിൻ്റെ ഉള്ള ഒരു സഭയിലെ മക്കളാണ് നമ്മളെല്ലാവരും. ഓക്കെ, സോ നമ്മുടെ സഭയിലെ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ വി ബിലീവ് ഇറ്റ് ഈസ് ഫൗണ്ടഡ് ബേസ്ഡ് ഓൺ ഹോളി ബൈബിൾ, ഹോളി ലിതർജി ആൻഡ് ടീച്ചിങ്സ് ഓഫ് അവർ ചേർച്ച് ഫാദേഴ്സ്. ഓക്കെ, ഇത് 3 ഗൈഡ് ലൈൻസ് നമ്മൾക്കുള്ളത്. നമ്മൾ ബൈബിളിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കാറുള്ളൂ. നമ്മൾ ഐഡൽ വർഷിപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രൂപങ്ങൾ ഉപയോഗിക്കാറില്ല. സോ വി സ്ട്രോങ്ലി ഗോ ബൈ ദ ബൈബിൾ ആൻഡ് വി ഗോ ബൈ ദ ഹോളി ലിതർജി. സോ നമ്മുടെ തക്സാകളുണ്ട്, നമ്മളുടെ കുർബാന ക്രമങ്ങളുണ്ട്, നമ്മുടെ കൂദാശ ക്രമങ്ങളുണ്ട്. സോ ഇറ്റ്സ് ഓൾ ഫിക്സ്ഡ് ബൈ ആർ ചേർച്ച് ഫാദേഴ്സ്. ഇതെല്ലാം ഒത്തിരി ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കഴിഞ്ഞിട്ടാണ് അവരിതൊക്കെ എഴുതി തരുന്നത്, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ. ഓക്കെ, സോ ഇതെല്ലാം നമ്മുടെ ഒരു പ്രത്യേക പ്രാർത്ഥന രീതിയും ക്രമവും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൈബിളിനെ അധിഷ്ഠിതമായിട്ടാണ് നീക്കുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, അതായത് ചേർച്ച് ഫാദേഴ്സിൻ്റെ ടീച്ചിങ്സ് അല്ലെങ്കിൽ അവരുടെ റൈറ്റിങ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് നമ്മുടെ ചേർച്ച് ഫാദേഴ്സിനെ നമ്മൾ ഓർക്കുക, നമ്മൾ ചിന്തിക്കണം. നമ്മൾ 2nd സെഞ്ച്വറി മുതൽ നമ്മുടെ ചേർച്ച് ഫാദേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് അവരുടെ സൊസൈറ്റി. ഇപ്പം നമുക്കിപ്പോൾ ഈ കോവിഡിൻ്റെ കാലത്ത് തന്നെ പള്ളിയിൽ പോകാനുള്ള റെസ്ട്രിക്ഷൻസേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം, നമ്മളുടെ നെസസറി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും, നമ്മളൊരു റെസ്ട്രിക്ഷൻസ് നമ്മൾ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള നമ്മൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളെ ഉള്ളൂ എന്നാൽ കൂടെ നമുക്കൊരു റെസ്ട്രിക്റ്റഡ് ഫീലിംഗ് ആണെങ്കിൽ, അന്നത്തെ കാലത്തൊക്കെ അവർക്ക് അവരുടെ ഫെയ്ത്തിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി അവർ ഒത്തിരി പൊരുതണമായിരുന്നു. ഒത്തിരി എഗൻസ്റ്റായിട്ട് പറയുന്ന റൂളേഴ്സ് ഉണ്ടായിരുന്നു, എഗൻസ്റ്റായിട്ട് പറയുന്ന സ്കോളേഴ്സ് ഉണ്ടായിരുന്നു. സോ അവരുമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടുക, അവർ തിരിച്ച് നമ്മൾക്ക് തരുന്ന അടികൾ, അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കുന്ന ആ ഒരു ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുക, അങ്ങനെ ഒത്തിരി ട്രയൽസ് ആൻഡ് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വന്നതാണ് നമ്മുടെ ചേർച്ച് ഫാദേഴ്സ്. സോ റൈറ്റ് ഫ്രം 2nd സെഞ്ച്വറി ദേ ഹാവ് ബീൻ അണ്ടർഗോയിങ് ഓൾ ദിസ്. സോ അങ്ങനെ കാത്തു സൂക്ഷിച്ച ഒരു ഫെയ്ത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും ഇപ്പം. സോ പലപ്പോഴും നമ്മളതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കത്തില്ല. സോ അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ ചാപ്റ്റേഴ്സ് വന്ന് സൺഡേ സ്കൂൾ കരിക്കുലമിൽ വന്നിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ചേർച്ച് ഫാദേഴ്സിൻ്റെ ടീച്ചിങ്സ്, ഓക്കെ, സ്റ്റഡി ഓഫ് ടീച്ചിങ്സ് ഓഫ് ചേർച്ച് ഫാദേഴ്സ് ഇസ് നോൺ ആസ് പാട്രിസ്റ്റിക്സ്. ഓക്കെ, നമ്മൾ അവരുടെ ടീച്ചിങ്സിനെ സ്റ്റഡി ചെയ്യുന്നതിനാണ് പറയുന്നത് പാട്രിസ്റ്റിക്സ് എന്ന്. ഓക്കെ, സോ ഐ ടോൾഡ് യു എ റീസൺ ഫോർ റിമെമ്പറിങ് ആ ചേർച്ച് ഫാദേഴ്സ് സോ ഫോണ്ട്ലി. ഓക്കെ, സോ അതിൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് നമ്മുടെ ആ ഒരു സമയത്ത്, അതായത് അവർ ആ ഏൻഷ്യൻ്റ് ടൈമിൽ നമ്മുടെ ചേർച്ച് വന്നിട്ട് പോയിക്കൊണ്ടിരുന്നത് വളരെ വലിയ കഷ്ടതകളിൽ കൂടെയും ട്രബിൾസിൽ കൂടെയും, അഡ്വേഴ്സിറ്റീസ്, ട്രയൽസ്, എവറിത്തിങ് ദേ ഹാഡ് ടു ഫേസ് അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, പിന്നെ ഒത്തിരി ഹെറസീസ് ഉണ്ട്. ഹെറസീസ് എന്ന് വെച്ചാൽ ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റി ക്രിസ്ത്യൻ തോട്ട്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തിയോളജി വരുന്നതിനാണ് ഹെറസി എന്ന് പറയുക. സോ അങ്ങനെയുള്ള ആൾക്കാർ they write a theory and they just argue on that.
ഓക്കെ. സോ അവർ വന്നിട്ട് ഇങ്ങനെയാണ് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മളെടുത്ത് പുതിയ ബിലീഫുകൾ ട്രസ്റ്റുകളൊക്കെ കൊണ്ടുവരാൻ ട്രൈ ചെയ്ത് ആൾക്കാരെ വന്നിട്ട് കൺഫ്യൂഷൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടിരുന്നു. സോ അങ്ങനെയുള്ള ആൾക്കാരാണ് ഹെററ്റിക്സ് എന്ന് പറയുക. സോ അങ്ങനെയുള്ള ഹെറസീസിനൊക്കെ അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ട വന്നു. ഇപ്പോൾ നമുക്ക് വന്നിട്ട് എല്ലാ ചേർച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ വിശ്വാസത്തിലേക്ക് അടിച്ചമർത്താൻ വേറൊരു സഭ വരത്തില്ല, നമ്മുടെ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ വേറൊരു സഭയ്ക്ക് അധികാരമില്ല. അങ്ങനെയാണ് അതൊരു ഒരു റിപ്പബ്ലിക് നേച്ചർ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് നേച്ചർ വന്നു നമ്മൾക്ക്. പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. നമ്മളൊരു വിശ്വസിച്ച് വരുന്ന ഒരു ഫെയ്ത്തിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യാനും അതിനെതിരെ വാദിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ജീവിതമായിരുന്നു. സോ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ദേ റോട്ട് മെനി ബുക്സ്. ആ ചേർച്ച് ഫാദേഴ്സിനോ ഇൻ ഓർഡർ ടു സേഫ് ഗാർഡ് ദെയർ ഫെയ്ത്ത്, ദെയർ ട്രൂ ഫെയ്ത്ത്, ദേ റോട്ട് മെനി ബുക്സ് ഇൻ ആർഗ്യുമെൻറ്റ് ടു ദീസ് ഹെറസീസ്. സോ അങ്ങനെയൊക്കെ ഒത്തിരി ലേണഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ ചേർച്ച് ഫാദേഴ്സിൽ. സോ അങ്ങനെയുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് എളുപ്പത്തിൽ മറക്കാനൊക്കത്തില്ല. അന്ന് അവർ അടി വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് ഈ സഭയുടെ മക്കളായിട്ട്. സോ നമ്മളതൊരിക്കലും മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ അല്ലെങ്കിൽ നമ്മുടെ ചേർച്ച് ഫാദേഴ്സിനെ നമ്മൾ റിമെമ്പർ ചെയ്യുന്നത് വിത്ത് മച്ച് റെസ്പെക്റ്റ്. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് ഓറിയൻ്റൽ ചേർച്ചിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഓറിയൻ്റൽ ചേർച്ചസ് എന്ന് പറയുന്ന ഒരു 5 to 6 ചേർച്ചസ് ഉണ്ട്. ഓറിയൻ്റൽ ചേർച്ചസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ അതിലൊന്നാണ് നമ്മൾ ഓർത്തഡോക്സ് എന്ന് പറയുന്നത്. സോ നമ്മൾക്കൊരു ഒരു ഗ്രേറ്റ് അപ്പസ്റ്റോളിക് കണ്ടിന്യൂവിറ്റി ഉണ്ട്. നമ്മൾ പറയുന്നത് നമ്മൾ സ്ലീഹന്മാരിലെ ഒരാളായ തോമസ് ലീഹ സ്ഥാപിച്ച ഒരു സഭയിലെ മെമ്പറാന്ന് പറയുന്നത്. സോ നമ്മൾക്കൊരു അപ്പസ്റ്റോളിക് ഒരു കണ്ടിന്യൂവിറ്റി അല്ലെങ്കിൽ ഒരു ഹെറിഡിറ്ററി പറയാനുണ്ട് നമ്മൾ. ഓക്കെ. സോ വി ആർ വെരി പ്രൗഡ് ഇൻ ദാറ്റ്. സോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ നമ്മുടെ പിതാക്കന്മാരെ മറന്നൊരു ജീവിതം നമുക്ക് പാടില്ല. ഓക്കെ. അത് തെറ്റാണ്. കാരണം അവർ നമ്മൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ ലൈഫ് ഇത്രയും സ്മൂത്ത് ആക്കാനായിട്ട് അന്ന് അവർ ഒത്തിരി അടി കൊണ്ടു. സോ അത് കാരണം കൊണ്ട് നമ്മൾ when we argue that we are a part of a proud church which has got an apostolic continuity, we should show some guts to remember them with much respect. സോ ഇപ്പോൾ നോക്കിയാൽ ഒത്തിരി പ്രൊട്ടസ്റ്റൻറ്റ് സഭകളുണ്ട് നമ്മുടെ ചുറ്റും. സോ അവരൊക്കെ പറയുന്ന ഫെയ്ത്ത്, അവരൊക്കെ പറയുന്ന ബിലീഫ് ഒത്തിരി ഡിഫറെൻറ്റാണ്. സോ നമ്മളതൊക്കെ ആർഗ്യൂ ചെയ്ത് നമ്മുടെ ബിലീഫിനെ കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈറ്റ് ത്രൂ ഇറ്റ്. ഓക്കെ. സോ വെൻ വി ഹാവ് എ സ്ട്രോങ് ഫെയ്ത്ത് ഓർ എ സ്ട്രോങ് ബേസ്, ദെൻ ഓൺലി വി ക്യാൻ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദെം ടു സേഫ് ഗാർഡ് ആർ ഫെയ്ത്ത്. സോ അതുകൊണ്ട് നമ്മുടെ ചേർച്ച് പിതാക്കന്മാരെ, ചേർച്ച് ഫാദേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ ടീച്ചിങ്സ്, അവരുടെ ലൈഫിനെ പറ്റിയൊക്കെ നമ്മൾ ഒത്തിരി ചിന്തിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ഉള്ള ഒരു കോൺസെപ്റ്റാണ് കപ്പഡോക്യൻ ഫാദേഴ്സ്. ആരാണ് കപ്പഡോക്യൻ ഫാദേഴ്സ് എന്നുള്ളത്? സോ 3 പേരെ ദേ വർ കോൾഡ് ആസ് കപ്പഡോക്യൻ ഫാദേഴ്സ്. ഓക്കെ. ആരൊക്കെയാണതെന്ന് നോക്കിയാൽ സെൻറ്റ് ബേസിൽ ദി ഗ്രേറ്റ്, ഹിസ് ബ്രദർ സെൻറ്റ് ഗ്രിഗറി ഓഫ് നൈസ ആൻഡ് ദെയർ ഫ്രണ്ട് സെൻറ്റ് ഗ്രിഗറി ഓഫ് നാസിയാസൻ. ഓക്കെ. ഈ 3 പേരെ ചേർന്ന് അന്ന് ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നൊരു പേരാണ് കപ്പഡോക്യൻ ഫാദേഴ്സ്. സോ അവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കിയാൽ ദേ വർ ഗ്രേറ്റ് തിയോളജിയൻസ്. ഓക്കെ. ആൻഡ് ദേ വർ ഗ്രേറ്റ് സെയിൻസ്. ഓക്കെ. ആൻഡ് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഡിസ്ബിലീഫ് അല്ലെ ആൻറ്റി ക്രൈസ്റ്റ് മൂവ്മെൻറ്റ്സ്, അതിനെയൊക്കെ ഹെററ്റിക്സിനെയൊക്കെ ഒരു ഡീപ്പ് ഫെയ്ത്ത് അല്ലെ ഒരു സ്ട്രോങ് ലെയ്ഡൻ ഫെയ്ത്ത് കൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന 3 ഫാദേഴ്സാണ്, നമ്മുടെ 3 ചേർച്ച് ഫാദേഴ്സാണ് ഈ കപ്പഡോക്യൻ ഫാദേഴ്സ് എന്ന് പറയുന്നത്. സോ അന്നത്തെ ഉണ്ടായിരുന്ന ഈ ഒരു അരിഷ്ടതകൾ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ബിലീഫിൻ്റെ ആ ഒരു കഷ്ടപ്പാടുകളിനെയൊക്കെ എപ്പോഴും ഡിനൈ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ഫെയ്ത്താണ് കറക്റ്റ്, ഞങ്ങളുടെ ഫെയ്ത്താണ് ട്രൂ എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. സ്ട്രോങ്ലി ദേ ഫോട്ട് എഗെയിൻസ്റ്റ് ഓൾ ദീസ് ഡിസ്ബിലീഫ്സ്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിരുന്നു ഈ കപ്പഡോക്യൻ ഫാദേഴ്സ് എന്ന് പറയുന്നത്. 3 പേരായിരുന്നു അവരുള്ളത്. സോ അവരുടെ പേരാണ് സെൻറ്റ് ബേസിൽ ദ ഗ്രേറ്റ്, ഹിസ് ബ്രദർ സെൻറ്റ് ഗ്രിഗറി ഓഫ് നൈസ, ദെയർ ഫ്രണ്ട് സെൻറ്റ് ഗ്രിഗറി ഓഫ് നാസിയാസൻ. നെക്സ്റ്റ് നമ്മൾ സെൻറ്റ് ബേസിൽ ആരാന്ന് പഠിക്കാൻ പോകുക. സോ ഈ കപ്പഡോക്യൻ ഫാദേഴ്സിലെ ഒരാളായ സെൻറ്റ് ബേസിലിനെ പറ്റി പഠിക്കാൻ പോവുക. സോ അതിനകത്ത് മുമ്പേ നമ്മൾ സെൻറ്റ് ബേസിൽ എവിടെയാണ് ഫസ്റ്റ് ജനിച്ചത് അതിൽ നിന്ന് തുടങ്ങാം. സോ ഹി വാസ് ബോൺ അറ്റ് പോണ്ടസ് ഇൻ സീസറിയ ഇൻ AD 330. സോ AD 330 അദ്ദേഹം ജനിക്കുന്നത്. സോ ഹി വാസ് ബോൺ ഇൻ എ വെരി എഫ്ലുവൻറ്റ് ഫാമിലി. എഫ്ലുവൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര റിച്ചായിരുന്നു. ആ സൊസൈറ്റിയിൽ ഒത്തിരി ക്യാഷും ഒത്തിരി ഹോൾഡും ഒക്കെ ഉള്ള ഒരു സ്റ്റാറ്റസൊക്കെ ഉള്ള ഒരു വലിയൊരു ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. സോ ഏർലി സ്റ്റഡീസ് എല്ലാം സീസറിയയിൽ ചെയ്തിട്ട് ലേറ്റർ ഹി വെൻറ്റ് ടു കോൺസ്റ്റാന്റിനോപ്പിൾ ആൻഡ് ഏതൻസ് ഫോർ ദ ഫെർദർ സ്റ്റഡീസ്. സോ നല്ല ഹൈ ഡിഗ്രി ഒക്കെ വാങ്ങി. അത് കാരണം ഹയസ്റ്റ് ഡിഗ്രി അറ്റ് ദാറ്റ് ടൈം ഹയസ്റ്റ് ഡിഗ്രി എന്താണ്
എന്താണോ ആ ഡിഗ്രി ഒക്കെ അദ്ദേഹം വാങ്ങിച്ചു അദ്ദേഹം. ഓക്കെ, പഠിച്ചു, നല്ല പഠിക്കുന്ന നല്ലൊരു ഇൻ്റലിജൻറ്റ് പേഴ്സൺ ആയിരുന്നു. ഹീ റോട്ട് മെനി സ്കോളർലി ബുക്ക്. ഓക്കെ, ആർട്ടിക്കിൾസ് എഴുതുമായിരുന്നു. അപ്പോൾ ഈ സ്ട്രോങ് നമ്മുടെ ആ ഒരു ഓർത്തഡോക്സ് ഫെയ്ത്തിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹി വാസ് വെരി കീൻ. സോ ഹി റോട്ട് മെനി ആർട്ടിക്കിൾസ്, ഹി റോട്ട് മെനി ബുക്സ്, സ്കോളർലി ഒത്തിരി ലിറ്ററേച്ചർ അദ്ദേഹത്തിൻ്റെ പേരിൽ അന്നത്തെ കാലത്ത് അദ്ദേഹം ഉണ്ടാക്കി. ഓക്കെ, ആൻഡ് at the age of 26, okay, when he is just starting his life, he became a monk. ഒരു സന്യാസി ആവാനായിട്ട് തീരുമാനിച്ചു. So he left all his richness, all his family status, and he became a monk. ഒരു സന്യാസി ജീവിതത്തിലേക്ക് സെൻറ്റ് ബേസിൽ മാറി. ഓക്കെ, സോ അതിന് ഇൻസ്പിറേഷനായിട്ട് നിന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററും അദ്ദേഹത്തിൻ്റെ മദറുമാണ്. ഓക്കെ, അവരുടെ രണ്ടുപേരുടെയും പേര് മാക്രീന എന്നാണ്. സോ അവർ രണ്ടുപേരും വേർ ഓഫ് ഗ്രേറ്റ് സപ്പോർട്ട് ടു ഹിം ടു ബിക്കം എ മോങ്ക്. അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനത്തെ ഒരു നല്ല സർവീസ് ചെയ്യുന്ന മൈൻഡുള്ള ആൾക്കാരനെ. സോ ദേ കെപ്റ്റ് ഓൺ എൻകറേജിങ് ഹിം. സോ ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ഹി ബിക്കെയിം എ മോങ്ക് അറ്റ് ദ ഏജ് ഓഫ് 26. ഓക്കെ, സോ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ പടമാണ് സെൻറ്റ് ബേസിലിൻ്റെ ഒരു ഐക്കോണിക് ഫിഗർ നമുക്കുള്ളത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഹീ വാസ് ഫ്രം എ അഫ്ലുവൻറ്റ് ഫാമിലി. ഓക്കെ, സോ ഒത്തിരി റിച്ച്നെസ്, ഒത്തിരി സൊസൈറ്റി സ്റ്റാറ്റസ് ഒക്കെ വിട്ടിട്ടാണ് വന്നത്. എന്നിട്ട് ഒരു വലിയ ഒരു ആർഭാടമില്ലാതെ ഒരു സിമ്പിൾ ഒരു സന്യാസി മോങ്കായിട്ട് ജീവിച്ചു. സോ ഹീ ടോട്ട് ദ വേൾഡ് സിംപ്ലിസിറ്റി. എങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കൂടി അത് പഠിപ്പിച്ചത്. ചുമ്മാ നമ്മൾ ടീച്ചിങ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മൾ ചെയ്യുന്നത് വേറൊന്നാണെങ്കിൽ നമ്മളുടെ ടീച്ചിങ്ങും നമ്മുടെ ലൈഫുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ ആൾക്കാർ നമ്മളെ റിലേറ്റ് ചെയ്യത്തില്ല, ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കത്തില്ല. But what he did is whatever he preached or whatever he wanted to let the world know, he made it through his life. Okay, അത് ലൈഫിൽ അദ്ദേഹം കാണിച്ചു കൊടുത്ത കാരണം he was a great example of simplicity. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മേജർ ഒരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഫെയ്ത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് 3 persons in one Trinity എന്ന് പറയുന്നത്. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് 3 പേരും ഒരാളാണ്, ഒരു സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ്. അതിൻ്റെ 3 പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെന്ന് വാദിച്ചിരുന്ന ഒരാളായിരുന്നു സെൻറ്റ് ബേസിൽ. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിൻ്റെ ബേസ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 പേരും ഒന്നാണ് എന്ന് ഉള്ളൊരു ടീച്ചിങ് ആണ് അദ്ദേഹത്തിൻ്റെ ബേസ്. ഓക്കെ, സോ ഈ ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ്, അതായത് 3 persons in one Trinity എന്നുള്ള കോൺസെപ്റ്റ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സെയിൻറ്റ് അത്താനിയോസിസ് ആയിരുന്നു. ഓക്കെ, സോ ബിഫോർ സെൻറ്റ് ബേസിൽ. സോ ആ അത്താനിയോസിസ് പിതാവിൻ്റെ അല്ല ആ തിരുമേനിയുടെ ആ ഒരു സെയിൻറ്റിൻ്റെ ടീച്ചിങ്ങിലാണ് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത്. സോ ആ ഒരു തിരുമേനി സ്റ്റാർട്ട് ചെയ്ത് വെച്ച ആ ഒരു ഫെയ്ത്തിൻ്റെ ആർഗ്യുമെൻറ്റിനെ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു കപ്പഡോക്യൻ ഫാദേഴ്സ് ചെയ്തത്. സോ അവരുടെ ടീച്ചിങ് മെയിൻലി വാസ് ഇൻ ദിസ് പർട്ടിക്കുലർ കോൺസെപ്റ്റ്, അതായത് തൃത്വത്തിൻ്റെ ആ ഒരു യൂണിറ്റി, അതായിരുന്നു ദേ പ്രീച്ച്ഡ്. അതാണ് ഇപ്പോഴും നമ്മുടെ സഭയുടെ ഒരു അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 തൃത്വത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ 3 പേരും ഒരേ ഉറവിടത്തിൽ നിന്ന്, ഒരേ ശക്തിയുള്ള ആൾക്കാരാണ്, ഒരേ ഉറവിടത്തിൽ നിന്നുള്ള ആൾക്കാരാണെന്നാണ് നമ്മുടെ ബിലീഫ്. ഓക്കെ, ദേ കൺഫേം ദ ടീച്ചിങ്സ് ഓഫ് അത്താനേസിയസ് ആൻഡ് അപ്ഹെൽഡ് ദ ഡോക്ട്രിൻ ഓഫ് യൂണിറ്റി ഇൻ ട്രിനിറ്റി ആൻഡ് ട്രിനിറ്റി ഇൻ ദി യൂണിറ്റി. സോ ആ ഒരു തൃത്വത്തിൻ്റെ ഏകത്വത്തിൻ്റെ തൃത്വം എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ആ ഒരു അടിസ്ഥാനം കൊണ്ടുവന്ന അത്താനേസിയസ് തിരുമേനിയുടെ ആ ഒരു പിന്തുടർച്ചക്കാരാണ് ഇവർ 3 പേരും. സോ ഇവരുടെ ബേസിക് ടീച്ചിങ് എന്ന് പറയുന്നത് ഇതിലാണ് അടങ്ങിയിരിക്കുന്നത്. ഈ സ്ലൈഡിൽ നമ്മൾ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ദ ചേർച്ച് ആണ് കാണുന്നത്. സോ സെൻറ്റ് ബേസിൽ സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് നമ്മൾ കാണുന്നത്. സോ അദ്ദേഹം ഒരു മൊണാസ്ട്രി തുടങ്ങിയപ്പോൾ, അല്ലെ അദ്ദേഹം ഒരു മോങ്കായിട്ട് മാറിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡായിട്ട് ഒന്നൊന്നായിട്ട് കുറേ മോങ്സ് ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഇങ്ങനെ തനിത്തനിയായിട്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അവരെല്ലാവരും ഇങ്ങനെ തനിത്തനിയായിട്ട് നിന്നാൽ ദേ കാൺ ഡു എ ഗ്രേറ്റ് മിഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് അവരെല്ലാം ഒരു കമ്മ്യൂണിറ്റിയായിട്ട് ഒരിടത്ത് കൂട്ടിച്ചേർത്തു. ഇദ്ദേഹം പലയിടത്തായിട്ട് ജീവിച്ചിരുന്ന മോങ്കുകളെ, സന്യാസിമാരെ എല്ലാവരെയും ചേർത്ത് ഒരു മൊണാസ്ട്രി പോലെ ഒരു അസോസിയേഷൻ അല്ലെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ദേ കുഡ് ഡു ബിഗ് തിങ്സ്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ബീങ് അലോൺ, ഇഫ് ദേ ആർ ലൈക്ക് കമ്മ്യൂണിറ്റി, ദേ കുഡ് പ്ലാൻ ബിഗർ തിങ്സ് ഫോർ ദ സൊസൈറ്റി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷൻ.
സോ അങ്ങനെ അവിടെ ഇവിടെ സ്പ്രെഡായിട്ട് കിടന്ന മോങ്സിനെയൊക്കെ കൂടെ ചേർത്ത് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇവരുടെ എല്ലാ ഹെൽപ്പോട് കൂടി ചേർന്ന് ഇവർ സ്ഥാപിച്ച മൊണാസ്ട്രിയുടെ കൂടെ അതായത് അനാഥമായിട്ടുള്ള ആൾക്കാർ, ഓർഫൻസിനെ, ഡെസ്റ്റിറ്റ്യൂട്ട് പീപ്പിൾ ഹൂ ആർ സിക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് ആരും ആശ്രയമില്ലാത്ത ആൾക്കാർ, അതായത് കുഞ്ഞു കുട്ടികൾ, പ്രായം ചെന്ന ആൾക്കാർ, സുഖമില്ലാത്ത ആൾക്കാർ, ഇവരെയൊക്കെ കൂടെ താമസിക്കാനായിട്ട് ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുത്തു ഇവരുടെ മൊണാസ്ട്രിയോടുകൂടി ചേർത്ത്. സോ ബാക്കിയുള്ള മോങ്സൊക്കെ ഇദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് ഇദ്ദേഹം ഉണ്ടല്ലോ, ഹി സ്റ്റാർട്ടഡ് ഹോസ്പിറ്റൽസ്. ഓക്കെ, എന്നിട്ട് ഒരുപാട് എലിജിബിൾ ആൾക്കാർക്ക് ഫ്രീ മെഡിക്കൽ ഹെൽപ്പുകളൊക്കെ കൊടുത്തു. ആ കാലത്തെന്ന് ഓർക്കണം. സോ ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി പേരുണ്ട്, ഒത്തിരി NGO ഓർഗനൈസേഷൻസ് ഉണ്ട്, ഒത്തിരി ഹെൽപ്പുകൾ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഫണ്ടിങ് ഒക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആൾക്കാരെ സേഫ് ഗാർഡ് ചെയ്യാനും അവരുടെ ആവശ്യങ്ങൾ നോക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. സോ അന്നൊരു റെവല്യൂഷനായിരുന്നു. ദീസ് പീപ്പിൾ വാസ് എ ബിഗ് ഇൻഫ്ലുവൻസ് ടു അതേഴ്സ്. അപ്പോൾ അവരെ കണ്ട് ബാക്കിയുള്ളവരും ചെയ്യാൻ തുടങ്ങിയാണ് നമ്മുടെ ലോകം ഇത്ര വരെയൊക്കെ എത്തിയത്. ഓക്കെ, സോ അങ്ങനെ ഹോസ്പിറ്റൽസ് ക്രിയേറ്റ് ചെയ്തു, ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ മൊണാസ്ട്രിയിലോട്ട് ഒരു സെറ്റ് ഓഫ് റൂൾസ് കൊണ്ടുവന്നു. അതായത് മോങ്സ് എന്ന് വെച്ചാൽ ഇന്ന ലൈഫ് പാറ്റേൺസ് ആയിരിക്കണം, ഇന്ന കാര്യങ്ങൾ അവർ ചെയ്യണം എന്നുള്ള ഒരു ഡയറക്ഷൻസ് അവർക്ക് കറക്റ്റായിട്ടൊരു ഫോക്കസ് കൊടുത്തു. മോങ്സ് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ, ഒരു ഫോക്കസ് വാസ് ഗിവൻ ഇനീഷ്യലി ബൈ സെൻറ്റ് ബേസിൽ ദ ഗ്രേറ്റ്. ഓക്കെ, ലേറ്റർ ഹി വാസ് ഓർഡെയിൻഡ് ആസ് എ ബിഷപ്പ്, ഒരു തിരുമേനിയായിട്ട് മാറി സിസേറിയയിൽ. ആൻഡ് ഹി സെർവ്ഡ് ദ ചർച്ച് ഫ്രൂട്ട്ഫുള്ളി. നല്ല എക്സാമ്പിളായിട്ട് ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സർവീസ് തുടർന്നു കൊണ്ടേയിരുന്നു ആസ് എ ബിഷപ്പ് ഇൻ സിസേറിയ. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് സെൻറ്റ് ബേസിലിൻ്റെ ഡെത്താണ്. ഓക്കെ, സോ ഹി പാസ്ഡ് അവേ ഇൻ AD 379 അറ്റ് ദ ഏജ് ഓഫ് 50. ഓക്കെ, സോ അദ്ദേഹം എല്ലാവരും ഹിസ്റ്ററിയിൽ പറയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹീസ് സഫേർഡ് ഫ്രം എ ലിവർ ഡിസീസ്. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതികഠിനമായ നൊയമ്പുകൾ, അതികഠിനമായ ഫാസ്റ്റിങ്ങുകൾ, അതായത് സ്വന്തം ഹെൽത്ത് നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടന്ന് ഫുഡുകൾ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ഫുഡ് അറ്റ് പ്രോപ്പർ ടൈം ഒക്കെ കഴിക്കാതെ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഡിറ്റീരിയറേറ്റായി. അങ്ങനെ ഒരു ലിവർ ഡിസീസ് അദ്ദേഹത്തിന് പിടിപെട്ടു. അങ്ങനെ വളരെ യങ് ഏജ് ഓഫ് 50 ആ ഏജിൽ മരിക്കുന്നു. സോ ഐ ടോൾഡ് യു ഏർലിയർ ഹി വാസ് എ ബിഷപ്പ് ഓഫ് സിസേറിയ. സോ അറ്റ് ദ ഏജ് ഓഫ് 50 we can all understand how young he would have been. So ആ ഏജിൽ he passed away through a liver disease. ഓക്കെ, സോ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ വന്ന് എല്ലാ വർഷവും January 1 Jan 1 we commemorate his memory. ഓക്കെ, സോ ഇത്രയും നാൾ നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ കൂടെ ഇനിയും January 1 വരുമ്പോൾ ആരെങ്കിലും സഭയിൽ ഒരു പിതാവിൻ്റെ ഓർമ്മയാണെന്ന് പറയുമ്പോൾ യു ഷുഡ് ബി ദ ഫസ്റ്റ് വൺ ടു ടെൽ, ഇത് സെൻറ്റ് ബേസിൽ എൻ്റെ ഓർമ്മയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിനെ പറ്റിയൊക്കെ നമ്മൾ ധ്യാനിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, ആ പിതാവിൻ്റെ മധ്യസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഓക്കെ, സോ നമ്മൾ ഇത്രയും വലിയൊരു ചേർച്ചിൻ്റെ മെമ്പറാണ് എന്നുള്ളൊരു ഒരു സന്തോഷം നമ്മൾ പങ്കിടുമ്പോൾ അതിൻ്റെ പിതാക്കന്മാർ സഹിച്ച ബുദ്ധിമുട്ടുകളെ ഓർക്കണം, അവരുടെ ഹാർഡ്ഷിപ്സിനെ നമ്മൾ ചിന്തിക്കണം. സോ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവരുടെ ഓർമ്മയിൽ, അവരുടെ മധ്യസ്ഥതയിൽ നമ്മൾ അഭയം കൊള്ളണം. ഓക്കെ, സോ സെൻറ്റ് ബേസിൽ നിന്നുള്ളൊരു വലിയ പിതാവിൻ്റെ കഥയാണ് നമ്മളിന്ന് പഠിച്ചത്. ഓക്കെ, സോ പ്ലീസ് റീച്ച് ഔട്ട് ടു മീ ഫോർ എനി ക്വസ്റ്റ്യൻസ് ഓർ ഡൗട്ട്സ് യു ഹാവ് ഇൻ ദിസ് സെഷൻ. സോ ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു ഔട്ട്. Thank you all for being with me. Meet you all next Sunday. Thank you.